കുറിപ്പിനും കിങ് ഓഫ് കൊത്തയ്ക്കും ശേഷം മലയാളത്തിൽ നിന്ന് മറ്റൊരു പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് വേട്ടയ്ക്ക് സമയമായിരിക്കുകയാണ്. മലയാളത്തിൻ്റെ യൂത്ത് ഐക്കൺ ദുൽഖർ സൽമാനും RDX എന്ന തകർപ്പൻ ആക്ഷൻ ചിത്രത്തിലൂടെ മലയാളം സിനിമയെ ഞെട്ടിച്ച ഡയറക്ടർ നഹാസ് ഹിദായത്തും ആദ്യമായി ഒന്നിക്കുന്ന മെഗാ പ്രൊജക്റ്റ് ഐ ആം ഗെയിം. കേവലം ഒരു സാധാരണ സ്പോർട്സ് ഡ്രാമയല്ല ഇത്. കോടികൾ മറിയുന്ന ബെറ്റിംഗ് മാഫിയുടെയും ജീവൻ പണയം വെച്ചുള്ള കളികളുടെയും കഥ പറയുന്നൊരു ഹൈ സ്റ്റെക്സ് ആക്ഷൻ ത്രില്ലറാണ്. 2026 ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ 5 ഭാഷകളിലായി റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ചിത്രത്തിൻ്റെ കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. സുഹൃത്തുക്കളെ, നമ്മൾ കാണുന്ന സ്പോർട്സ് ലോകത്തിന് പിന്നിൽ നമ്മൾ അറിയാത്ത മറ്റൊരു ഇരുണ്ട ലോകമുണ്ട്. ക്രിക്കറ്റ് ആകട്ടെ, ഫുട്ബോൾ ആകട്ടെ, കുതിരപ്പന്തായമാകട്ടെ, അവിടെയെല്ലാം കളിയിൽ നിയന്ത്രിക്കുന്ന കളിക്കാരല്ല, മറിച്ച് സ്ക്രീനിന് പിന്നിലിരുന്ന കോടികൾ എറിയുന്ന ബെറ്റിംഗ് മാഫിയയാണ്. ഈ അധോലോക സാമ്രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഐ ആം ഗെയിം കഥ പറയുന്നത്. ദുൽഖർ സൽമാൻ ഈ ചിത്രത്തിൽ എത്തുന്ന ഒരു സാധാരണക്കാരനായല്ല, അതിബുദ്ധിമാനായ ഏത് കളിയുടെയും അടുത്ത നീക്കം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന, റിസ്ക് എടുക്കാൻ യാതൊരു ഭയവുമില്ലാതെ ഒരു മൈൻഡ് ഗെയിമറുടെ വേഷത്തിലാണ് DQ എത്തുന്നത്. അവൻ ഈ പന്തായങ്ങളുടെ ലോകത്തേക്ക് അവിചാരിതമായ കാലെടുത്ത് വെക്കുന്നതോടെയാണ് കഥ തുടങ്ങുന്നത്. ഒരു മികച്ച ത്രില്ലർ സിനിമയ്ക്ക് എപ്പോഴും വേണ്ടത് ശക്തനായ ഒരു വില്ലനാണ്. ഈ ചിത്രത്തിൽ വില്ലനായി എത്തുന്ന തമിഴിലെ പ്രശസ്ത സംവിധായകനും നടനുമായി മിഷ്കിൻ ആണ്. ബെറ്റിംഗ് സാമ്രാജ്യം ഭരിക്കുന്ന നിയമങ്ങളൊന്നും ബാധകമല്ലാതെ ക്രൂരനായ ഒരു മാഫിയ ഡോൺ ആയിട്ടാണ് മിഷ്കിൻ വേഷമിടുന്നത്. തൻ്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വരുന്ന ദുൽഖറിൻ്റെ കഥാപാത്രം മിഷ്കിന് വലിയൊരു തലവേദനയായി മാറുന്നു. പണവും അധികാരവും ഉപയോഗിച്ച് ദുൽഖറിനെ ഒതുക്കാൻ മിഷ്കിന് ശ്രമിക്കുമ്പോൾ ബുദ്ധി കൊണ്ടും കരുത്തുകൊണ്ടും ദുൽഖർ അതിനെ പ്രതിരോധിക്കുന്നു. ഇരുവരും തമ്മിലുള്ള മൈൻഡ് ഗെയിമുകളും നേർക്കുനേർ വരുന്ന രംഗങ്ങളും തിയേറ്ററുകളിൽ വൻ ജനപ്രാധാന്യം നേടുമെന്ന് ഉറപ്പാണ്. സംവിധായകൻ നഹാസ് ഹിദായത്തിൻ്റെ മുൻ ചിത്രം RDX നമ്മൾ കണ്ടതാണ്. അതിലെ സ്റ്റണ്ട് രംഗങ്ങൾ തിയേറ്ററുകളിൽ ഇളക്കി മറിച്ചതാണ്. അപ്പോൾ ഐ ആം ഗെയിമിലേക്ക് വരുമ്പോൾ ആക്ഷൻ ലെവൽ എവിടെയായിരിക്കും? ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫറായ അൻപറിവ് ആണ് ഈ ചിത്രത്തിൻ്റെ സ്റ്റണ്ടുകൾ ഒരുക്കുന്നത്. റോ ആൻഡ് റിയാലിസ്റ്റിക് ആയിട്ടുള്ള അടിപിടികളും ഹൈ സ്പീഡ് ചേസിംഗ് സീനുകളും ചിത്രത്തിൻ്റെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഇതിനു പുറമെ ആക്ഷൻ രംഗങ്ങൾ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ സ്വന്തം പെപ്പെ ആൻ്റണി വർഗീസും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ദുൽഖറും ആൻ്റണി വർഗീസും ഒന്നിച്ചുള്ള ആക്ഷൻ സീക്വൻസുകളും ആക്ഷൻ പ്രേമികൾക്കൊരു വിരുന്നു തന്നെയായിരിക്കും. ഈ ആക്ഷൻ പൂരത്തിനിടയിലും ചിത്രത്തിന് ശക്തമായ ഒരു വൈകാരിക പശ്ചാത്തലം കൂടിയുണ്ട്. നായികയായി എത്തുന്ന സംയുക്ത വിശ്വനാഥൻ വെറുമൊരു പ്രണയ നായിക മാത്രമല്ല, കഥാഗതിയെ മാറ്റിമറിക്കുന്ന ഒരു പ്രധാന കഥാപാത്രമാണ്. കയാതു ലോഹറും ചിത്രത്തിൻ്റെ മറ്റൊരു നിർണായ വേഷത്തിൽ എത്തുന്നു. വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ഞെട്ടിക്കാറുള്ള വിനയ് ഫോർട്ടും ഈ ചിത്രത്തിലുണ്ട്. ഒരു സാധാരണ ബെറ്റിംഗ് ത്രില്ലർ എന്നതിനപ്പുറം കുടുംബ ബന്ധങ്ങൾക്കും ചതിക്കപ്പെടുന്ന സൗഹൃദങ്ങൾക്കും ഈ ചിത്രത്തിൻ്റെ തിരക്കഥയിൽ വലിയ പ്രാധാന്യമുണ്ട്. വേഫറർ ഫിലിംസിൻ്റെ ബാനറിൽ ദുൽഖർ സൽമാൻ തന്നെ നേരിട്ടാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്നതിനാൽ മേക്കിങ്ങിന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയുടെ 50% വിജയവും അതിൻ്റെ സംഗീതത്തിലാണ്. ഖലീഫയ്ക്ക് ശേഷം ജെയ്ക്സ് ബിജോയ് വീണ്ടും മാസ് മൂഡിൽ സംഗീതം ഒരുക്കുന്ന ചിത്രമാണിത്. ബെറ്റിംഗ് ട്രാക്കുകളിലെ ഉത്വാഗം കൂട്ടുന്ന തരത്തിലുള്ള ബീറ്റുകളും തിയേറ്ററുകളിൽ വിസിലടിക്കാൻ പ്രേരിപ്പിക്കുന്ന ദുൽഖറിൻ്റെ മാസ് എലിവേഷൻ BGMകളും ജെയ്ക്സ് ബിജോയ് ഇതിനോടകം തന്നെ തിയേറ്ററുകളിൽ തീ പടർത്താൻ പാകത്തിൽ റെഡിയായി കഴിഞ്ഞു. 5 ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യുന്ന ഐ ആം ഗെയിം ദുൽഖർ സൽമാൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ ചിത്രമായിരിക്കും. നഹാസ് ഹിദായത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലും അൻപറിവിൻ്റെ ആക്ഷനും ദുൽഖറിൻ്റെ മാസ് പെർഫോമൻസും ഒന്നിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിക്കപ്പെടും. 2026 ഓഗസ്റ്റ് 20 കളി തുടങ്ങുകയാണ്. നിങ്ങൾ ഈ ഗെയിമിന് തയ്യാറാണോ? ചിത്രത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയ സിനിമയുടെ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.